asymmetry. This type of a fiscal asymmetry regarding India's federal financial setup is there in the constitution itself. So it is constitutionally built. Okay, and to overcome such an asymmetry, we have a provision in the constitution itself under Article 280. Okay, under Article 280, the president should appoint finance commission every 5 years. Every 5 years. And what is the responsibility of the finance commission? It has to make recommendation to whom? To the president regarding the amount of central government resources or tax revenue that should be transferred to the states. Okay, so that should be transferred to the states. Okay, so that is the main responsibility of the finance commission. The finance commission should make recommendations about the amount of central government taxes that should be transferred to the states. Okay, and again, besides this first or primary responsibility, an added responsibility is that finance commission should create the criterion that should govern the sharing of the transferred resources among the states. Okay, so these are the two complementary responsibilities that should be made by the finance commission regarding the transfer of resources from the center to the states. Okay, pretty up നമ്മൾ ആർട്ടിക്കിൾ 280 കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് റിസോഴ്സ് ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്സ് ആൻഡ് ക്രൈറ്റീരിയ ഫോർ ദി അലോക്കേഷൻ ഓഫ് സച്ച് റിസോഴ്സ് എമംഗ് ദി സ്റ്റേറ്റ്സ്. ഓക്കെ, ദെൻ പ്രിൻസിപ്പൽ ദാറ്റ് ഷുഡ് ഗൈഡ് ദി അലോക്കേഷൻ ഓഫ് ഗ്രാൻസ് ഇൻ നെയിം ടു ദി സ്റ്റേറ്റ്സ് ഔട്ട് ഓഫ് ദി സെൻട്രൽ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. എന്താണ് ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ? കുറേ കാര്യങ്ങളായി നമുക്കിങ്ങനെ ഈ ഫൈനാൻസ് കമ്മീഷൻ പോലെ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമുക്ക് അത്ര പരിചയമില്ലാത്ത, അല്ലെങ്കിൽ അത്ര പ്ലസൻ്റ് അല്ലാത്ത, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള കുറേ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടി വരുവാണ്. സോ ദാറ്റ് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് വാട്ട് വി ക്യാൻ സേ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. PA എന്ന് പറയും. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ടോപ്പിക് ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഡിഗ്രിയൊക്കെ ഉള്ള, മാസ്റ്റേഴ്സൊക്കെ ഉള്ള. അപ്പം അത് നമ്മൾ ആ ടോപ്പിക്ക് നമ്മൾ വായിക്കുമ്പോഴല്ലോ ഭയങ്കര ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒത്തിരി ഭരണഘടനയുടെ പ്രൊവിഷൻസ് അതെങ്ങനെ അഡ്മിനിസ്ട്രേറ്റീവ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അതും ഇക്കണോമിക്സ് തമ്മിലുള്ള ഒരു മർജറാണ് ഈ ടോപ്പിക്ക് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ അത്ര നമ്മൾ ഉദ്ദേശിച്ച പോലെ കഥ പോലെ നമുക്ക് അത്ര ഈസി അല്ല. അപ്പോൾ അതിൻ്റെ അകത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ടാക്സ് റവന്യൂ എല്ലാം കൂടെ പിരിച്ച് സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഒരു ഫണ്ടാണിത്. മനസ്സിലായല്ലോ? ടാക്സ് റിസോഴ്സൊക്കെ കൊണ്ട് സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഒരു ഫണ്ടാണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. പിന്നെ കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ, പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 3 അക്കൗണ്ട് ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് പൈസ ഉത്തരവാദിത്തോടെ എവിടെയെങ്കിലും സൂക്ഷിച്ച് വെക്കണ്ടേ. അപ്പോൾ ഈ ഫണ്ടിൽ അക്കൗണ്ടിങ്, ഇപ്പോൾ നിങ്ങൾ കൊമേഴ്സിൽ കൂടുതൽ പഠിക്കുന്ന, കൊമേഴ്സുകാരാണല്ലോ കൂടുതൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലും മലയാളവും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അക്കൗണ്ടിങ് എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക സംഭവം എന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ഈച്ച് ആൻഡ് എവരി റുപ്പി ഹാസ് ടു ബി ട്രാൻസ്പെറൻ്റ്ലി എൻറ്റേർഡ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഒത്തിരി ടാക്സ് ഉണ്ട്, ആ ടാക്സ് എല്ലാം കൂടെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു ഫണ്ടാണിത്. പിന്നെ എമർജൻസി ആയിട്ട് ഫണ്ട് സൂക്ഷിക്കുന്ന കണ്ടിജൻസി ഫണ്ട്, പബ്ലിക് അക്കൗണ്ട്, അതൊന്നും നമ്മൾ ഡീറ്റെയിൽഡ് പറയുന്നില്ല. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിടി കിട്ടിയല്ലോ എന്താണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന്. ഓരോ രൂപയും പിരിക്കാൻ പാർലമെൻറ്റ് അനുവാദം വേണം. ചുമ്മാ പിരിക്കാൻ പറ്റുമോ? ഇല്ല. പിരിച്ചോട്ടെ എന്ന് പാർലമെൻറ്റിനോട് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മിനിസ്ട്രി ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബഡ്ജറ്റിൻ്റെ അകത്ത് ഓരോ രൂപയും പിരിച്ചോട്ടെ, കടമെടുത്തോട്ടെ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഈ ഫണ്ടിൽ നിന്ന് ചിലവാക്കിക്കോട്ടെ, അതാണ് എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ NREGS ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നമ്മൾ PM കിസാൻ ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന അന്ന സ്കീം നമുക്ക് അരി ഫ്രീ ആയിട്ട് ഇടുന്നില്ല, അത് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെൻഡിച്ചർ നടത്തിക്കോട്ടെ എന്ന് പാർലമെൻറ്റിനോട് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ചോദിക്കുന്നതാണ് ബഡ്ജറ്റിലൂടെ. ആ പൈസ ഇല്ലായിരിക്കുന്ന കൺസോളിഡേറ്റഡ് ഫണ്ടാണ്. ടാക്സൊക്കെ വന്ന് വീഴുന്ന ഇങ്ങോട്ടാണ്, പൈസയൊക്കെ ചിലവാക്കുന്ന ഇതിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിലേ ഈ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് സ്റ്റേറ്റിന് കുറച്ച് ഗ്രാൻറ്റ് കൊടുക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്ത്, എത്രമാത്രം കൊടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെ റെക്കമെൻഡേഷൻ ആര് നടത്തും? ഫൈനാൻസ് കമ്മീഷൻ നടത്തും. അപ്പോൾ ഫൈനാൻസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അതാണ് നമ്മൾ അതിനെക്കുറിച്ച് ഏറ്റവും പ്രൊഫൈലായിട്ട് ഭരണഘടന പറയുന്നുണ്ട്. ഫൈനാൻസ് കമ്മീഷനോട് പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യാൻ ആർട്ടിക്കിൾ 280. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഗെയിമായിട്ടോ. അത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ലാത്ത നീതി ആയോഗ് ഇവരും തമ്മിലുള്ള വ്യത്യാസം അതാ. സോറി കേട്ടോ. പിന്നെ അല്ലാതെ ലോക്കൽ ബോഡീസിന് എത്രമാത്രം പൈസ കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഇവർ റെക്കമെൻഡേഷൻ നടത്തും. ഓക്കെ, പിന്നെ അല്ലാതെ ഇവരൊക്കെ എന്തൊക്കെ അഡീഷണൽ റെക്കമെൻഡേഷൻ കൊടുക്കാം, സജസ്റ്റ് ചെയ്യാമെന്ന് ആര് പറയും? ഓരോ ഫൈനാൻസ് കമ്മീഷനും രൂപീകരിക്കുന്ന സമയത്ത് ക്യാബിനറ്റ് പറയും, ഗവൺമെൻറ് പറയും. ഓക്കെ, ഇപ്പോൾ നമ്മൾ അത്രയും കണ്ടു. ഇങ്ങനെ ഭയങ്കര ഇതിങ്ങനെ ഈ ഫയലേ ലെറ്റേഴ്സൊക്കെ ഇങ്ങനെ മാറി വരുന്നത് അതൊക്കെ എന്താ പറയുക, സോഫ്റ്റ്വെയറിൻ്റെ പ്രശ്നം. നമുക്ക് മാറ്റാം, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
നമ്മൾ എവിടം വരെ ആയിരുന്നു നമ്മൾ 15th ഫൈനാൻസ് കമ്മീഷനെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്? കണ്ടോ, ഇതാണ് പ്രശ്നം. എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഫെയിലിയർ കാണും, നമ്മുടെ ആ ഒരു ഫ്ലോ അങ്ങ് നഷ്ടപ്പെട്ടു. നിങ്ങൾക്കാണെങ്കിലും പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് പോയി, എനിക്ക് പഠിപ്പിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചോടെ ഒന്ന് മാറ്റാൻ നോക്കട്ടെ. ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ വരണം വേണോ? ഓക്കെ 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 ഓക്കെ, എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ പ്രസൻറ്റ് ചെയ്യാൻ നോക്കാം. എവിടെയോ ഒരു പ്രശ്നം, സോറി. ഞാൻ ഒന്നുകൂടെ എടുക്കാമെന്ന് നോക്കട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യണേ. ക്ലോസ് കറണ്ട് സ്ലാബ് നമ്മൾ കൊടുത്തു, നമ്മൾ സേവ് ചെയ്യുന്നില്ല. ഇത് കഴിഞ്ഞ ക്ലാസ്സിലാണ്. അവനെ നമ്മൾ ക്ലോസ് ചെയ്യും, നോ കൊടുത്തിട്ട് അവനെ നമ്മൾ ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു പ്രസൻറ്റേഷൻ നടക്കാം. ഞാൻ ഒന്നുകൂടെ എടുക്കാം. വലിയ വ്യത്യാസമൊന്നും കാണില്ല കേട്ടോ. വ്യത്യാസം കാണുന്നുണ്ടോ? പ്രസൻറ്റ് ചെയ്തില്ല. റീഡ് മോഡിലിടുമ്പോഴാണോ ഇനി പ്രശ്നം? അല്ല, അന്നേരം പ്രശ്നമില്ല. ഞാൻ പ്രസൻറ്റ് ചെയ്യാവേ. പ്രസൻറ്റേഷൻ ഇതാ വരുന്നു. വിൻ്റെ അടുത്ത് ഫിനാൻസ് കമ്മീഷൻ എടുത്ത് ഷെയർ ചെയ്യും. ഓക്കെ അല്ലേ? കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിനി കാണുന്നുണ്ടല്ലോ ഫിനാൻസ് കമ്മീഷൻ എന്താണെന്ന് നമുക്കറിയാം. എല്ലാ ഫിനാൻസ് കമ്മീഷൻ 15th ഫൈനാൻസ് കമ്മീഷനും അവരുടെ റെക്കമെൻഡേഷൻ സജസ്റ്റ് ചെയ്തു. ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷൻ 15th ഫൈനാൻസ് കമ്മീഷൻ. അപ്പോൾ നമുക്കുണ്ടല്ലോ പരീക്ഷയ്ക്ക് 15th ഫൈനാൻസ് കമ്മീഷൻ എന്നാന്ന് ചോദിച്ചാൽ ഞാൻ ആൻസർ ചെയ്യാൻ വേണ്ടി ഇതാ കിടക്കുന്ന വെബ്സൈറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ദ 15th ഫൈനാൻസ് കമ്മീഷൻ. ദ 15th ഫൈനാൻസ് കമ്മീഷൻ ഹാസ് ടു മേക്ക് റെക്കമെൻഡേഷൻസ് ഫോർ ദി പീരിയഡ് ഓഫ് 2020-25. പക്ഷേ അവർ 2021ലേക്കും 2021-26ലേക്കുമായിട്ട് 2 റെക്കമെൻഡേഷനാണ് കൊടുത്തത്. ഇത് ഞാൻ നിങ്ങളുടെ വരെ അഡീഷണൽ ഇൻഫോ എന്ന നിലയ്ക്ക് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു സംഭവം കൂടെ അതിൻ്റെ നടന്നു. ഒരു ഫൈനാൻസ് കമ്മീഷൻ 6 വർഷത്തെ കാലാവധി അല്ലേ? കോമഡിയാണ്. അടുത്ത ഫൈനാൻസ് കമ്മീഷൻ സങ്കടം വരുമായിരിക്കും, അവർക്ക് 4 വർഷത്തെ കാലാവധി ഉള്ളൂ. കാലാവധി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതോ? ഇപ്പം 2020 തൊട്ട് 2025 വരെയുള്ള കാലയളവിൽ സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് ഷെയറിൻ്റെ എത്ര ശതമാനം സ്റ്റേറ്റിന് കൊടുക്കണം എന്ന് ഇവർ റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഇവർ റെക്കമെൻഡേഷൻ കാലാവധി നടക്കുന്നത് ഈ 20-25 കാലം. ഇവർ റെക്കമെൻഡേഷൻ നടക്കുന്നത് 2020 മാർച്ച് 31 മുമ്പ് ഇവർ റെക്കമെൻഡേഷൻ കൊടുക്കണം. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു കാര്യങ്ങൾ. ശരിയല്ലേ? മാർച്ച് ഇപ്പോൾ ഫൈനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് April 1 ആണല്ലോ. അപ്പോൾ പിടികിട്ടിയില്ലോ. റെക്കമെൻഡേഷൻ വരുന്ന കാലാവധിയാണ് ഈ 5 വർഷം നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിടികിട്ടിയില്ലോ. അവർ റെക്കമെൻഡേഷൻ കൊടുക്കേണ്ടത് 2020 കൊടുക്കണമായിരുന്നു, കൊടുത്തു. ഇറ്റ് ഗോട്ട് ഇമ്പോർട്ടൻസ് ബിക്കോസ് ഓഫ് ദി ടൈംസ് ഓഫ് റെഫറൻസ് ഓഫ് ദി കമ്മീഷൻ ഹാസ് ടു യൂസ് ദി പോപ്പുലേഷൻ ഡാറ്റ ഓഫ് 2011 സെൻസസ്. അത് നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് പിടികിട്ടുമല്ല. എന്താ സംഭവം അറിയാം? ഇതുവരെ എല്ലാ ഫൈനാൻസ് കമ്മീഷനും, അപ്പോൾ നിങ്ങൾ ഫൈനാൻസ് കമ്മീഷൻ്റെ ചെയർമാനാണെന്ന് വിചാരിച്ചു. ഒരു സെക്കൻഡേ ഒന്ന് ഹോൾഡ് ചെയ്യണേ. അപ്പോൾ ശരി, ഓക്കെ. എന്താണെന്ന് പറയുന്നത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മളിപ്പം പറയുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഫൈനാൻസ് കമ്മീഷൻ ഇവിടെ വരുമോ? അപ്പോൾ സെൻട്രൽ 45% സെൻട്രലിൻ്റെ മൊത്തം ടാക്സ് റവന്യൂൻ്റെ 45% സെൻട്രൽ ആർക്ക് കൊടുക്കുക? സ്റ്റേറ്റിന് കൊടുക്കുക. ഫൈനാൻസ് കമ്മീഷനാണ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഏത് സ്റ്റേറ്റിനായിരിക്കും കൊടുക്കേണ്ടത്? ആയിരിക്കും UP ആയിരിക്കും. കാരണം എന്താ? UP ഭയങ്കര വലിയ സ്റ്റേറ്റ് ആയതുകൊണ്ടാണോ? UP കൂടുതൽ പോപ്പുലേഷൻ ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയനാണ്. പോപ്പുലേഷൻ്റെ ബേസിൽ കൂടെ ചെയ്യാം. കാരണം ജനങ്ങൾക്ക് കിട്ടണമല്ലോ. ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ ജനങ്ങളുടെ എണ്ണം വെച്ചാണല്ലോ പൈസ കൊടുക്കേണ്ടത് അല്ലേ? അവിടുത്തെ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അതുകൊണ്ട് ഈ പോപ്പുലേഷൻ ഒരു ക്രൈറ്റീരിയ. അപ്പോൾ ഏത് വർഷത്തെ പോപ്പുലേഷൻ ചോദ്യം അതാണ്. അപ്പം എല്ലാ ഫൈനാൻസ് കമ്മീഷനും 1971 ക്ലാസിഫിക്കേഷൻ 2015 ഫൈനാൻസ് കമ്മീഷൻ വരെ 1971 സെൻസസ് അനുസരിച്ചാണ് പൈസ കൊടുത്തത്. അങ്ങനെ 1981 സെൻസിലുണ്ടല്ലോ, 91 സെൻസിലുണ്ടല്ലോ, 2001 സെൻസസ് ഉണ്ടല്ലോ, 2011 സെൻസസ് ഉണ്ടോ? അതൊക്കെയല്ലേ കറക്റ്റായിട്ടുള്ള ഡാറ്റ. അപ്പോൾ അതിന് പകരം 1971 വെച്ച് കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ 1971 കേരളത്തിനൊക്കെ ഇന്ത്യയിലെ പോപ്പുലേഷൻ കൂടുതൽ പോപ്പുലേഷൻ കേരളത്തിലുണ്ട്. പിന്നെ പോപ്പുലേഷൻ കേരളത്തിൽ കുറഞ്ഞു പോയി. അപ്പോൾ ഈ പുതിയ സെൻസസ് പ്രകാരം സെൻട്രലിൻ്റെ റിസോഴ്സ് സ്റ്റേറ്റിന് കൊടുക്കുകയാണെങ്കിൽ കേരളത്തിന് കുറച്ച് വീതം കിട്ടുള്ളൂ. കാരണം പഴയതിനേക്കാളും കൂടുതൽ ശതമാനക്കണക്കിന് കേരളത്തിലെ പോപ്പുലേഷൻ കുറവാണ്. UPയിലും ഒറീസയിലും ബീഹാറിലും വെസ്റ്റ് ബംഗാളിലും എല്ലാം പോപ്പുലേഷൻ കൂടി ഉണ്ട്. അവർക്ക് കൂടുതൽ പൈസ കിട്ടും പുതിയ ഡാറ്റ പ്രകാരം ആണെങ്കിൽ. പഴയ ഡാറ്റ പ്രകാരം നമുക്ക് പൈസ കിട്ടുള്ളൂ. നമ്മൾ പറയും പഴയത് മതി. പുതിയ സംസ്ഥാനം അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടി സംസ്ഥാനങ്ങൾ പറയും പുതിയ സെൻസസ് കാരണം ആ പുതിയ സെൻസസ് പ്രകാരം ഞങ്ങളുടെ പോപ്പുലേഷൻ കൂടി.
So every states, most of the states which undergone higher population increase, growth rate, they demanded to upgrade the population data, the usable population data under the Finance Commission to 2011. അപ്പോൾ ഈ ഫിനാൻസ് കമ്മീഷൻ ആദ്യമായിട്ട് 2011 സെൻസസ് സ്വീകരിച്ചു. അപ്പോൾ കേരളത്തിനൊക്കെ ഭയങ്കര നഷ്ടം വന്നു. കേരളത്തിൻ്റെ നഷ്ടം ഞാൻ കണക്കൂട്ടി നോക്കട്ടോ, കാൽക്കുലേറ്ററില്ല, കണക്കൂട്ടി നോക്കിയതാണ്. കണക്കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്നറിയോ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ വരുമാനം കുറഞ്ഞ പോയ സംസ്ഥാനം കേരളം. അതിൻ്റെ കണക്ക് ഞാനിപ്പം എടുക്കുന്നില്ല, കണക്കൂട്ടി നോക്കിയത് ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കുറഞ്ഞു കേരളത്തിൻ്റെ അതിൻ്റെ വിവിധ 1.83 അതിൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അത്രയാണോ? അത്രയൊക്കെ ഏകദേശം അതെ. അപ്പം കേരളത്തിന് പോപ്പുലേഷൻ കുറവ്, പെർ ക്യാപിറ്റ ഇൻകം കുറവുള്ള സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ പൈസ കൊടുക്കുന്നത്. പെർ ക്യാപിറ്റ ഇൻകം കൂടുതൽ, ഡെവലപ്മെൻറ്റും അത്യാവശ്യം കൂടുതൽ, മൊത്തത്തിൽ എല്ലാം കുഴപ്പമില്ല. അതുകൊണ്ട് എന്നാ പറയുക, കേരളത്തിന് 3% പോപ്പുലേഷൻ ആണെങ്കിലും കുറച്ച് 2% താഴെങ്ങാണ്ട് വിഹിതം കിട്ടിയുള്ളൂ. മൊത്തത്തിൽ നഷ്ടമായി. ജനസംഖ്യ കുറച്ചതിനുള്ള ശിക്ഷയാണെന്ന് വിചാരിക്കരുത്. അപ്പം കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ പറഞ്ഞു, കഷ്ടപ്പെട്ട് ജനസംഖ്യ വേണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ ഇതൊരു വലിയ തിരിച്ചടിയാണ്, നല്ല കുട്ടികളെ ശിക്ഷിക്കരുത് എന്ന രീതിയിൽ കേരളം ഭയങ്കര നടപടികൾ എടുത്തോട്ടോ. കേരളത്തിൻ്റെ പ്രതികരണമൊക്കെ ഭയങ്കര ഇന്ത്യയിൽ തന്നെ ചർച്ച നന്നായിരുന്നു. അപ്പം കേരളത്തിന് കൂടുതൽ പൈസ കിട്ടണം, പോപ്പുലേഷൻ കുറച്ച് സംസ്ഥാനങ്ങൾക്കുള്ള ശിക്ഷയാണ് പോപ്പുലേഷൻ്റെ ബേസിൽ ഉള്ള സെൻട്രിൽ നിന്നുള്ള സ്റ്റേറ്റിലേക്കുള്ള ട്രാൻസ്ഫർ പൈസ കുറഞ്ഞു പോയതെന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഹിന്ദുവിൽ എഴുതി. അതിന് പ്രതികരണമായിട്ട് ഏതോ ഒരു രാഷ്ട്രീയക്കാരൻ, എനിക്ക് ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല, രാഷ്ട്രീയക്കാരനാണോ അതോ ഇനി ഫിനാൻസ് മിനിസ്റ്റർ ആണോ എന്നറിയില്ല, പഴയ നമ്മുടെ അരുൺ ജെയ്റ്റ്ലി ആണോ എന്ന് ഓർക്കുന്നില്ല, മരിച്ചുപോയത്, അത് എഴുതി ഓരോ സംസ്ഥാനത്തിൻ്റെ ജനങ്ങൾക്കുമാണ് പൈസ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് പൈസ കൊടുക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ കൂടുതൽ ആളുകളുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ പൈസ കൊടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു, അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. അപ്പോൾ ഭയങ്കര ഡിബേറ്റ് ആയിരുന്നു കേട്ടോ. പോപ്പുലേഷനെ ഞാനിങ്ങനെ നിങ്ങളെ ഉറപ്പിക്കാം. ഒരു സെക്കൻഡ് പോയേക്കല്ലോ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മൾ പറഞ്ഞല്ലോ ഈ പോപ്പുലേഷൻ്റെ ഒരു ചിത്രം പറഞ്ഞല്ലോ, ഒരു അവസ്ഥ. പോപ്പുലേഷൻ, ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് പോപ്പുലേഷൻ ആൻഡ് ദാറ്റ് ബിക്കേം എ ബിഗ് പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ഇൻ ഇന്ത്യ. സോ ദാറ്റ് ഈസ് ജസ്റ്റ് one indicator, and so it used 2011 data. Remember, that is just one element of the significance regarding the 15th Finance Commission. More importantly, the 15th Finance Commission comes in the context of the few historical fiscal and economic developments in the country. നമ്മുടെ രാജ്യത്തെ ഒരു 5 വർഷം കഴിയുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ നമുക്കറിയാം അല്ലേ? കഴിഞ്ഞ 5 വർഷം എന്തെല്ലാം മാറ്റങ്ങൾ, 18 വെള്ളപ്പൊക്കം നടന്നു, 19 വെള്ളപ്പൊക്കം നടന്നു, കോവിഡ് വന്നു. ഓർത്തിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാൻ നേരത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെയുള്ള തലമുറ മക്കളോടൊക്കെ പറയാൻ പറ്റും. ഞാനൊക്കെ കോളേജ് കാലത്ത് 2 വർഷം പോയി. എങ്ങനെ പോയി? കോവിഡ് കൊണ്ടുപോയി. ഓണം ഇല്ലായിരുന്നു, ഓണത്തിൻ്റെ സെലിബ്രേഷൻ ഇല്ലായിരുന്നു, ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ ഇല്ലായിരുന്നു, ഓഫ്ലൈൻ ക്ലാസ്സില്ല, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റും. 5 വർഷത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരും. അപ്പം ഈ ഫിനാൻസ് കമ്മീഷൻ വന്നപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നു. എന്താണെന്നറിയോ? ദിസ് ഈസ് ദ ഫസ്റ്റ് ഫിനാൻസ് കമ്മീഷൻ ആഫ്റ്റർ അബോളിഷൻ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ. പ്ലാനിംഗ് കമ്മീഷൻ 2014-15 ശരിക്കും പ്ലാനിങ് തീർന്നത് 2017. നമ്മൾ കണ്ടല്ലോ, അതിനുശേഷം നാളത്തെ ഫിനാൻസ് കമ്മീഷനാണ്. സാധാരണഗതിയിൽ സെൻറ്റർ ഒത്തിരി പൈസയാണെന്ന് പറഞ്ഞല്ലോ, കുറിച്ച. അപ്പോൾ സെൻട്രലിൻ്റെ വരുമാനം സ്റ്റേറ്റിന് കൊടുക്കണം. അത് 2 വഴിയാണ്. ഒന്ന് ഫിനാൻസ് കമ്മീഷൻ വഴി കൊടുക്കും, 2 പ്ലാനിംഗ് കമ്മീഷൻ വഴി കൊടുക്കും. പ്ലാനിംഗ് കമ്മീഷൻ വഴി കൊടുക്കുന്ന പൈസ ഉണ്ടല്ലോ, ചുമ്മാ ഒരു നമ്മൾ കൊട്ടത്താപ്പ് എന്നൊക്കെ പറയും, ഏകദേശ കണക്കിന് ഓരോ സംസ്ഥാനങ്ങളിൽ പിടിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതിന് പല സംസ്ഥാനങ്ങളും അതിൻ്റെ എതിർപ്പൊക്കെ രേഖപ്പെടുത്തും. പിന്നെ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാത്തപ്പോൾ ആ പൈസ ഇല്ല. അപ്പം പൈസ കൊടുക്കുന്ന ആരാ? ഫിനാൻസ് കമ്മീഷൻ മാത്രമേ ഉള്ളൂ. അപ്പം പ്ലാനിംഗ് കമ്മീഷൻ കൂടെ കൊടുത്തുകൊണ്ടിരുന്ന പൈസ ആര് കൊടുക്കണം? ഫിനാൻസ് കമ്മീഷൻ കൊടുക്കണം. അത് 14th ഫിനാൻസ് കമ്മീഷൻ കൊടുത്തു കേട്ടോ, 15th ഫിനാൻസ് കമ്മീഷൻ കൊടുത്തു. അപ്പോൾ നേരത്തെയൊക്കെയാണ് 32% സെൻട്രൽ സ്റ്റേറ്റിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 42% 14th ഫിനാൻസ് കമ്മീഷൻ, 41% 15th ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞു. സെൻട്രലിന് 100 രൂപ വരുവാണെങ്കിൽ 40 രൂപ എടുത്ത് ആർക്ക് കൊടുത്തോണം? സ്റ്റേറ്റിന് കൊടുക്കണം. വിദ്യാഭ്യാസം വരെ പൈസ ചിലവാക്കേണ്ട ഉത്തരവാദിത്തം ആർക്കായി? സ്റ്റേറ്റിനായി. സെൻട്രൽ പൈസ കൊടുക്കും, സ്റ്റേറ്റ് ചിലവാക്കണം. ഓക്കെ, കാര്യങ്ങൾ പിടിയിട്ടല്ലോ. ആൻഡ് സെക്കൻഡ്, ദിസ് ഇസ് ദ ഫസ്റ്റ് FC ആഫ്റ്റർ ദി ലോഞ്ച് ഓഫ് ദി GST വന്നതിന് ശേഷം ആദ്യത്തെ ഫിനാൻസ് കമ്മീഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തേക്കണം. സോ ഫോളോയിങ് ആർ ദി മെയിൻ ഫങ്ഷൻസ് ഓഫ് 15th ഫിനാൻസ് കമ്മീഷൻ. ഇത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അത് മുമ്പേ പഠിച്ചതാണ് അല്ലേ? റിസോഴ്സ് ട്രാൻസ്ഫർ ടു ദി സ്റ്റേറ്റ്സ് ആൻഡ് ദി ക്രൈറ്റീരിയ ഫോർ ദി അലോക്കേഷൻ ഓഫ് സച്ച് റിസോഴ്സ് എമംഗ് ദി സ്റ്റേറ്റ്സ്. ഓക്കെ, ഇത് ഇവിടെ ആയിരുന്നുണ്ട്. ദി പ്രിൻസിപ്പിൾ ദാറ്റ് ഷുഡ് ഗൈഡ് ദി അലോക്കേഷൻ ഓഫ് ദി ഗ്രാൻസ് ഇൻ എയ്ഡ് ദി സ്റ്റേറ്റ് ഔട്ട് ഓഫ് ദി കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് സ്റ്റേറ്റിന് കൊടുക്കേണ്ട ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് തിരിച്ചടക്കേണ്ട
ലോണും ഗ്രാൻഡും നമ്മൾ വ്യത്യാസം. ലോൺ എന്ന് പറഞ്ഞാൽ പൈസ തിരിച്ചടയ്ക്കണം, ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ പൈസ തിരിച്ച് അടയ്ക്കണ്ട. ഗ്രാൻഡ് കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നല്ലേ. നമുക്ക് കോളേജ് ഇ ഗ്രാൻഡ് എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ അല്ലേ? ഇ ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് കിട്ടുന്നത് ഇത് ഏത് ഗ്രാൻഡാണെന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ ഇതൊരു ഗ്രാൻഡാണ്. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്നെടുത്ത് ഫിനാൻസ് കമ്മീഷൻ കൊടുക്കുന്ന ഗ്രാൻഡ്. എന്തിനാണ് ഗ്രാൻഡ് കൊടുക്കുന്നത് ഒന്ന് ലോക്കൽ ബോഡീസിന് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ എന്താണ് കലാമിറ്റിയൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ എന്തിനൊക്കെയാ പ്രത്യേകിച്ചുള്ള സോഷ്യൽ സർവീസ് നടത്താൻ വേണ്ടി. അങ്ങനെ 5 തരത്തിലുള്ള ഗ്രാൻഡ് ഉണ്ട്. 3 തരത്തിലുള്ള ഗ്രാൻഡ് നമുക്ക് പറഞ്ഞു. ബാക്കിയുള്ള ഗ്രാൻഡ് നമ്മൾ പിന്നീട് കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഇതാണ് സംഭവം. ഗ്രാൻഡ് കൊടുക്കണം, അതിൻ്റെ ക്രൈറ്റീരിയ തീരുമാനിക്കണം. മെഷേഴ്സ് ടു സപ്പോർട്ട് ഫൈനാൻസ് ലോക്കൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്തെല്ലാം പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും കണ്ടമാനം ടാക്സ് ഒന്നും ഇല്ല. നിങ്ങൾക്കറിയാമോ, പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്ക് ഏത് ടാക്സ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാ? സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. പിരിച്ചാൽ ഒട്ടും വരുമാനമില്ലാത്ത ടാക്സൊക്കെ ആയിരിക്കും സ്റ്റേറ്റ്സ് പഞ്ചായത്തിന് കൊടുക്കുന്നത്. പ്രൊഫഷൻ ടാക്സ് അത് വലിയ കുഴപ്പമില്ല കേട്ടോ, സെറ്റപ്പാണ്. പക്ഷേ പെരക്കരം, സ്ഥലക്കരം, കരം എന്ന് പറയുന്നത് ടാക്സ്, ഇതൊക്കെ ആരുടെയാണ്? പഞ്ചായത്തിൻ്റെയാണ്. അതൊക്കെ പിരിച്ച് കിട്ടാനുണ്ടോ? 2 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ 50 രൂപ ആയിരിക്കും ഗ്രാൻഡ്. 50 ഒന്നല്ല കേട്ടോ, 12,500 രൂപ വരുമെന്ന് എനിക്ക് തോന്നുന്നു. 2 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ 2,800 3,000 അത്ര വരും. ഏകദേശം ഒരു കണക്കിന് ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ, ശരിയാണെന്നില്ല. എന്നാലും അത്യാവശ്യം ആ വരുമാനമേ ഉള്ളൂ. നമ്മളൊരു മൊബൈൽ മേടിക്കുകയാണെങ്കിൽ അത്രയും ടാക്സ് വരില്ല. ഒരു 15,000 രൂപയുടെ മൊബൈൽ തുടങ്ങി 2,500 രൂപ ടാക്സ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് അങ്ങനെ ടാക്സ് ഒക്കെ ആർക്കാണ്? ലോക്കൽ ബോഡീസിനാണ്. ഇനി നമ്മൾ കാണുന്ന ഈ ഫൈനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ എന്തൊക്കെയാണ്? സോ റെക്കമെൻഡേഷൻ ഓഫ് ദി 15th ഫൈനാൻസ് കമ്മീഷൻ. ദ കമ്മീഷൻ സോട്ട് ടു ബാലൻസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫിസ്ക്കൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് പൈസ ആവശ്യമുണ്ട്, സ്റ്റേറ്റിന് ആവശ്യമുണ്ട്. ഇക്വിറ്റി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഏകദേശം ഒരുപോലെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 10 രൂപ വെച്ച് കൊടുക്കണമെന്നോ അല്ല, പോപ്പുലേഷൻ അനുസരിച്ച്. പിന്നെന്താ, പിന്നോക്കാവസ്ഥ അനുസരിച്ച്, ശരിയല്ലേ, ഏരിയ അനുസരിച്ച്, കൊടുത്ത ടാക്സ് വരുമാനം അനുസരിച്ച് ഈക്വൽ രീതി കൊടുക്കണം. പെർഫോമൻസ് ഫോർ ഡിറ്റർമിൻ ദി ക്രൈറ്റീരിയ ഓഫ് ഹൊറിസോണ്ടൽ ഷെയറിംഗ്. ഇപ്പോൾ ഹൊറിസോണ്ടൽ ഷെയറിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകൾക്കിടയിൽ പഞ്ചാബ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, UP, കേരള, കർണാടക എല്ലാവർക്കും കൊടുക്കണം. അപ്പോൾ ഇത് ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ. ഇനി സെൻറ്ററിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് പോകുന്നതാണ് വെർട്ടിക്കൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ. വെർട്ടിക്കൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് പോവുക സ്റ്റേറ്റിലേക്ക്. ഹൊറിസോണ്ടൽ ട്രാൻസ്ഫർ പറഞ്ഞാൽ എമംഗ് ദി സ്റ്റേറ്റിനിടയ്ക്ക് അത് വീതിച്ച് കൊടുക്കുക. ഓക്കെ, സോ the 14th ഫസ്റ്റ് റെക്കമെൻഡേഷൻ നോക്കുക. the 15th ഫൈനാൻസ് കമ്മീഷൻ recommends an aggregate share of 41% of the net proceeds of the union taxes to be devolved to the states. to be transferred എന്ന് അർത്ഥമുള്ളൂ, to the states for the year 2021. 2021 ശേഷം 2021ലും പിന്നീടുള്ള കാലഘട്ടത്തിൽ ഇത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. എത്ര ശതമാനം? 41% പൈസ കൊടുക്കണം. മനസ്സിലായല്ലോ. പഴയ ഫൈനാൻസ് കമ്മീഷൻ 42% കൊടുത്തോളാൻ പറഞ്ഞു. ഇപ്പം ജമ്മു ആൻഡ് കാശ്മീർ പ്രത്യേക ഒരു സംസ്ഥാനമായിട്ടുള്ള ഒരു യൂണിയൻ ടെറിട്ടറി ആയതുകൂടി അവർക്ക് പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. 1% എടുത്ത് മാറ്റി, അതുകൊണ്ടാണ് 41 കുറച്ച്, അല്ലെങ്കിൽ പഴയ 42 തന്നെ നിന്നേ. സോ പ്രീഡിയിലോ എത്ര ശതമാനം പൈസ കൊടുക്കണം? സെൻട്രൽ അതിൻ്റെ ടാക്സ് വരുമാനത്തിൻ്റെ 42% ആർക്ക് കൊടുക്കണം? സ്റ്റേറ്റിന് വീതം വെച്ച് കൊടുക്കണം. ഓക്കെ, പ്രീഡിയിലോ ഒന്നാമത്തെ 41%, 42 ഞാൻ പറഞ്ഞു, 41%. 4.1. Okay, then criteria for the allocation of the net proceeds among the states. So there should be some criteria which should govern, okay, the allocation of this 41% among the states. So the 15th Finance Commission changed the criteria allocation of resources among the states. The Commission adopted forest and ecology, tax effort, the new criteria versus the previous ഫിനാൻസ് കമ്മീഷൻ. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കണക്കിലെടുത്ത് നമുക്ക് നോക്കാം. ഒരു സെക്കൻഡ്, ഞാൻ ഈ ഫയലൊന്ന് ക്ലോസ് ചെയ്തിട്ട് വേറൊരു ഫയലൊന്ന് എടുത്തോട്ടെ. ഇതിൽ ഒരു സെക്കൻഡ് നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ക്ലോസ് കൊടുക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മാർക്കണം വേണ്ടല്ലോ, അതിനുള്ള സമയമുണ്ട്. ഇച്ചോടെ നല്ല സെറ്റപ്പ് നിങ്ങൾക്ക് വേണ്ടി സിമ്പിളായിട്ട് ഒരു ഫയൽ ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തോട്ടെ. ഈ ഫയൽ അല്ലാതെ വേറൊരു ഫയലുണ്ട്, ഒന്ന് എടുത്തോട്ടെ. ഫിനാൻസ് കമ്മീഷൻ ഇപ്പം ശരിയാവും. ചേട്ടാ ഞാൻ നന്നായിട്ട് സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ കുറച്ച് ഭയങ്കര സെറ്റപ്പായിട്ട് തയ്യാറാക്കിയതായിരുന്നേ. വേറൊരു കാര്യത്തിന് തയ്യാറാക്കിയതാണ്. സോ അത് ഞാൻ എടുത്തില്ല. എന്നിട്ട് ഞാനത് നിങ്ങൾക്കത് പ്രസൻറ്റ് ചെയ്താൽ പോരെ. പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി ഫയൽ നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ എടുത്തില്ല. ഇച്ചിരി ഡിസ്ക്രിപ്റ്റീവാണ്, പക്ഷേ ഫൈനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ റെക്കമെൻഡേഷൻ്റെ ഭാഗത്തിലേക്ക് പോലെ ഇതൊന്നുമല്ല റെക്കമെൻഡേഷൻ മാറ്റാം. ഇതാ റെക്കമെൻഡേഷൻ 41%. അപ്പോൾ കാലാവധി ഒന്ന് മാറ്റണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
നമ്മൾ പറഞ്ഞല്ലോ ഈ ഫിനാൻസ് കമ്മീഷൻ 2021 റെക്കമെൻഡേഷൻ കൊടുത്തവർ, പിന്നെ അതല്ല 2021 റെക്കമെൻഡേഷനാണ് നമ്മൾ ശരിക്കും കാരണം 5 വർഷത്തേക്കാണല്ലോ. ഇവരോട് 2 വർഷം കൊടുക്കാൻ പറഞ്ഞു. 2021 ഒന്ന് കൊടുക്കുക, അതിനുശേഷം നിങ്ങൾ 2021 കൂടെ റെക്കമെൻഡേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. സോ അതിൽ 41% அப்படி കിട്ടിയില്ല. 1% ലഡാക്ക്, കാശ്മീർ അവർക്ക് കൊടുത്തു. ബാക്കി 41% എല്ലാ സംസ്ഥാനങ്ങൾക്കും. The criteria for the allocation of the debt was changed. The 15th Finance Commission changed the criteria for the allocation of the resource among states. The Commission adopted forest and ecology, tax effort, and new criteria besides adopting democratic performance with the previous Finance Commission. Demographic performance എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഞാൻ പറയാം. അതൊന്ന് കേട്ടിരുന്നാൽ മാത്രം മതി, പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകും. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ ക്രൈറ്റീരിയ കൊണ്ടുവന്നു. ഫോറസ്റ്റ് ആൻഡ് ഇക്കോളജി, ടാക്സ് എഫേർട്ട് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ നേരത്തെ പണ്ട് ടാക്സ് സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇവർ കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷൻ വേണമെന്ന് വെച്ച് പ്രാവശ്യം തിരിച്ചു കൊണ്ടുവന്നു. പിന്നെ എന്താണ്, ഡെമോഗ്രാഫിക് പെർഫോമൻസിന് ഒരു ക്രൈറ്റീരിയ കൂടെ കൊണ്ടുവന്നു, പഴയ ഫിനാൻസ് കമ്മീഷനെ വെച്ച്, പ്രീവിയസ് ഫിനാൻസ് കമ്മീഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് പിടിയിട്ടില്ല. ഇനി ഫോറസ്റ്റ് ആൻഡ് ഇക്കോളജി. ഫോറസ്റ്റ് ആൻഡ് ഇക്കോളജി ക്രൈറ്റീരിയസ് ഫോർ ദി ഇക്കോളജിക്കൽ സർവീസ് ബീങ് പ്രൊവൈഡഡ് ബൈ സ്റ്റേറ്റ്സ് ഫോറസ്റ്റ് കവർഡ് കൺട്രി ആസ് എ ഹോൾ. ഫോറസ്റ്റ് ആൻഡ് ഇക്കോളജി എന്ന പുതിയൊരു ക്രൈറ്റീരിയയും കൂടെ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഫോറസ്റ്റ് ഇക്കോളജി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നറിയാം, പഴയതാണെങ്കിൽ എത്രമാത്രം ഫോറസ്റ്റ് സംസ്ഥാനത്തിലുണ്ട് അതനുസരിച്ച് ഇച്ചിരി കൂടുതൽ പ്രോത്സാഹന സമ്മാനം പോലെ കൂടുതൽ പൈസ കൊടുക്കും. ഓക്കെ, ഇവിടെ ഫോറസ്റ്റ് ഇക്കോളജിയും കൂടെ കൊടുക്കാം. പല സംസ്ഥാനം നമ്മുടെ റബ്ബറൊക്കെ ഫോറസ്റ്റിൻ്റെ കൂട്ടത്തിൽ പോയി. റബ്ബർ ഫോറസ്റ്റിലും നമുക്കറിയാലോ പഴയ ഫിനാൻസ് കമ്മീഷൻ കാണിക്കുക, ഇക്കോളജിയും കൂടെ കൂട്ടി. അപ്പം സമഗ്ര നമ്മുടെ ആവാസ വ്യവസ്ഥ, ജീവികൾ, യഥാർത്ഥമുള്ള കാടുകൾ, അതൊക്കെ കൂട്ടി ഫോറസ്റ്റ് ആൻഡ് ഇക്കോളജി പുതിയ ക്രൈറ്റീരിയ കൊണ്ട്. ഓക്കെ, ദിസ് ഈസ് അറൈവ്ഡ് അറ്റ് ബൈ കാൽക്കുലേറ്റ് ദി ഷെയർ ഓഫ് ഡെൻസ് ഫോറസ്റ്റ്. ഡെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെൻസ് അല്ല, ഡെൻസ് കട്ടിയുള്ള ഫോറസ്റ്റ്, എന്നാൽ കൂടുതൽ തിക്കായിട്ടുള്ള ഫോറസ്റ്റ്. ദി സ്റ്റേറ്റ് അഗ്രിഗേറ്റ് ഡെൻസ് ഫോറസ്റ്റ് ഓഫ് ദി ഓൾ സ്റ്റേറ്റ്. ദ കമ്മീഷൻ അസൈൻ ദ ഹയർ വെയിറ്റ് 10% ഫോർ ഫോറസ്റ്റ് ഇക്കോളജി ക്രൈറ്റീരിയ. അതിന് 10%. കേരളത്തിലൊക്കെ ഇഷ്ടംപോലെ വനമുണ്ടല്ലോ, കേരളത്തിലൊക്കെ അതിൻ്റെ പേരിൽ ഇച്ചിരി വരും പൈസ കിട്ടി കാണും. ഓക്കെ, ഇറ്റ് ഹാസ് ഡ്രോപ്ഡ് ഫോറസ്റ്റ് കവർ അഡോപ്റ്റ് പ്രീവിയസ് ഫിനാൻസ് കമ്മീഷൻ കൊണ്ടുവന്ന ക്രൈറ്റീരിയ ഇവരെടുത്ത് കളഞ്ഞു ഫോറസ്റ്റ്. ഇനി അഡോപ്ഷൻ ഓഫ് 2011 സെൻസസ് ഡാറ്റ ഫോർ പോപ്പുലേഷൻ ആൻഡ് ഇൻക്ലൂഷൻ ഓഫ് ദി ഡെമോഗ്രാഫിക് പെർഫോമൻസ്. ഇതെന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ പറഞ്ഞല്ലോ കേരളത്തിനൊക്കെ ഇഷ്ടം 1971 പോപ്പുലേഷൻ. അന്ന് ഇന്ത്യയിലെ പോപ്പുലേഷൻ നല്ലൊരു ശതമാനം കേരളമുണ്ട്, നല്ലൊരു 5% ഉണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു 3% കാണുള്ളായിരിക്കും. അപ്പം പോപ്പുലേഷൻ വെച്ചുള്ള ട്രാൻസ്ഫറാണ് കേരളത്തിന് ഇപ്പം നഷ്ടം. 2011 ഇവർ പറഞ്ഞു, എല്ലാ സംസ്ഥാനങ്ങളും പറഞ്ഞു 2011 വേണം, പുതിയ പോപ്പുലേഷൻ കണക്കനുസരിച്ചാണ് ട്രാൻസ്ഫർ. അങ്ങനെ പുതിയ പോപ്പുലേഷൻ. അപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഭയങ്കര കരച്ചിലായി, വിലാപം നമ്മൾ പറയാം, ഭയങ്കര പ്രതിഷേധങ്ങൾ വന്നു. അപ്പോൾ കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു ക്രൈറ്റീരിയ കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. അതിൻ്റെ പേരാണ് ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ജനസംഖ്യ കുറച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം, അതിൻ്റെ പേരിൽ ആ ഒരു സഫറിങ്സ്, ആ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ അതിന് തന്നെ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഒരു സൈഡിൽ പോപ്പുലേഷൻ കൂട്ടിയതിന്, വേറെ പോപ്പുലേഷൻ കൂട്ടിയതിനല്ല കേട്ടോ, കൂടിയതിന് പോപ്പുലേഷൻ അനുസരിച്ച്. വേറെ സൈഡിൽ പോപ്പുലേഷൻ കുറച്ചതിന് നിങ്ങൾ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു പേരിൽ അതിന് കുറച്ച് ഒരു അലൊക്കേഷൻ കൊടുത്തു. ഓക്കെ, ബെറ്റർ ഡെമോഗ്രാഫിക് വി ഹാവ് അസൈൻഡ് 12.5% വെയിറ്റ് ടു ഡെമോഗ്രാഫിക് പെർഫോമൻസ് ക്രൈറ്റീരിയ. നോക്കാം, ഇതാണ് കേട്ടോ. നിങ്ങൾ പരീക്ഷ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതൊന്നും വേണ്ട, ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പം 14th ഫിനാൻസ് കമ്മീഷൻ ഇൻകം ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള സംസ്ഥാനങ്ങൾ നോക്കും, 3 എണ്ണം. അതിൻ്റെ ആവറേജ് നോക്കും. ആ ആവറേജിൽ നിന്ന് ഓരോ സംസ്ഥാനത്തിൽ എത്ര കുറവുണ്ടെന്ന് നോക്കും. കുറവുള്ളവർക്ക് കൂടുതൽ കൊടുക്കും, മനസ്സിലായി, ഏറ്റവും കുറവുള്ളവർക്ക് കൂടുതൽ കൊടുക്കും. കേരളത്തിന് വലിയ കുറവൊന്നുമില്ല, ഒരു 4ാമത്തെയൊക്കെ പെർ ക്യാപിറ്റൽ ഇൻകം, 5ാമത്തെയൊക്കെ ലാർജസ്റ്റ് പെർ ക്യാപിറ്റൽ ഇൻകം ഉള്ള സംസ്ഥാനം. അപ്പോൾ ഉണ്ടെന്ന് അറിയാം, കേരളത്തിൽ ആ വകയൊക്കെ ഉള്ള പൈസയൊന്നും കിട്ടാൻ പോകുന്നില്ല. ആദ്യം 3 പേർക്കൊന്നും കിട്ടുകയില്ല. ഒരു 28ാം സ്ഥാനത്തിനൊക്കെ ഭയങ്കര ലോട്ടറിയാണ്, പെർ ക്യാപിറ്റൽ ഇൻകം കുറവാണെങ്കിൽ കൂടുതൽ പൈസ കിട്ടും. സോ ദാറ്റ് ഈസ് കോൾഡ് ദി ഇൻകം ഡിസ്റ്റൻസ് ഫ്രം ദി ടോപ്പ് 3 per capita income states in India. So that is the way in which income distance is calculated. ഓക്കെ, കിട്ടിയിട്ടില്ല. ഇവർ 50% വെയിറ്റ് കൊടുത്തു, ഇവർ 45% വെയിറ്റ് കൊടുത്തുള്ളൂ. ഇവരെ 15th ഫിനാൻസ് കമ്മീഷൻ. പിന്നെ ഏരിയ, മഹാരാഷ്ട്രയ്ക്കും മധ്യപ്രദേശ് ഉത്തർപ്രദേശിനൊക്കെ ഭയങ്കര ഏരിയ ഉണ്ട്. രാജസ്ഥാൻ 15% വരെ, ഇവർ 50% വരെ. പോപ്പുലേഷൻ 2011 പോപ്പുലേഷൻ ഇവർ ഒരു വെയിറ്റും കൊടുത്തില്ല, ഇവർ 15% വെയിറ്റ് കൊടുത്തു. ഇവർ 1971 പോപ്പുലേഷൻ 17-15% വെയിറ്റ് കൊടുത്തു. ഇവർ അതെടുത്ത് പൊക്കം വിട്ട്. ഇവിടെ പോപ്പുലേഷൻ അതാണ് 2011 അല്ലേ. അപ്പോൾ 1971 വരെ 2011 15th ഫിനാൻസ് കമ്മീഷൻ. ഡെമോഗ്രാഫിക് പെർഫോമൻസ് പഴയതില്ലായിരുന്നു. അതായത് ഈ സംസ്ഥാനങ്ങൾ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ടെങ്കിൽ
നേട്ടമായിട്ടൊരു 12.5% ട്രാൻസ്ഫർ കൊടുക്കുക. ഫോറസ്റ്റ് ആൻഡ് ഇക്കോളജി ഇവിടെ ഇല്ലായിരുന്നു, ഇവിടെ 10%. ഇവിടെ ഫോറസ്റ്റ് കവറിനായിരുന്നു 7. ഇതുപോലെയുള്ളൊരു ക്രൈറ്റീരിയൻ കേട്ടോ. ഇവിടെ ഫോറസ്റ്റ് കവറിന് കവറില്ല. ടാക്സ് എഫേർട്ടിനൊന്നും ഇപ്പോൾ നമ്മൾ കൂടുതൽ ടാക്സ് കൊടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ പൈസ തിരിച്ച് വേണം അങ്ങനെയൊക്കെ പറയുന്നവർ കാണുമല്ലോ. അവർക്ക് നേരത്തെ ഒന്നുമില്ലായിരുന്നു, ഇവിടെ 2.5% കൊടുത്തു. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ക്രൈറ്റീരിയ ദാറ്റ് ഷുഡ് govern the transfer of central resources among the states according to the 15th Finance Commission recommendations. കിട്ടിയല്ലോ. ഓക്കെ, പിന്നെ ടാക്സ് ആൻഡ് ഫിസിക്കൽ എഫേർട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാവുന്നുള്ളൂ. 3 new criteria for horizontal transfer. The commission adopted 3 new criteria: demographic performance, forest and ecology, and tax effort. Okay, tax and fiscal effort മുഴുവൻ പേരും കേട്ടോ. ടാക്സ് എഫേർട്ട് എന്ന് മാത്രമല്ല, ടാക്സ് ആൻഡ് ഫിസിക്കൽ എഫേർട്ട് എന്ന് പറഞ്ഞ് പേരെല്ലാം ഇട്ടേക്കുക. ഓക്കെ, കിട്ടിയില്ല. പിന്നെ നമുക്ക് എന്നാ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി, കൂടുതലായിട്ടൊന്നും നമുക്ക് വേണ്ട. ഇതാണ് റെക്കമെൻഡേഷൻ. ഇവർ പറഞ്ഞാൽ ഹെൽത്ത് സെക്ടറിനൊക്കെ പ്രാധാന്യം കൊടുത്തു. അപ്പം അതുപോലെ ഇവർ പറഞ്ഞേക്കുന്നുണ്ട് കോവിഡ് ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ്റെ ടൈറ്റിലിൻ്റെ പേര് ഇതാണ്, ഫിനാൻസ് കമ്മീഷൻ ഇൻ കോവിഡ് ടൈംസ് ആണല്ലോ. 15th ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട്. താഴെ സിനിമയ്ക്ക് സബ് ടൈറ്റിൽ വരികയല്ലേ, സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞ് വേറെ അല്ലേ, സിനിമയ്ക്ക് ടൈറ്റിലിന് കൂടെ സബ് ടൈറ്റിൽ ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ ഫിനാൻസ് കമ്മീഷൻ ഇൻ കോവിഡ് ടൈംസ് എന്ന് ഇവരുടെ ഫിനാൻസ് കമ്മീഷൻ്റെ പേര് തന്നെ കൊടുത്തത് 2020 കൊടുത്ത പേരാണ് കേട്ടോ. അറം പറ്റിയതുപോലെ എന്ത് സംഭവിച്ചു, കോവിഡ് വിട്ട് പോകുന്നുമില്ല. ഇവരാണ് 2020-2026 കാലഘട്ടത്തേക്ക് റെക്കമെൻഡേഷൻ. അവിടെ മുഴുവൻ കോവിഡ് നിൽക്കുമോ? കോവിഡ് നിന്നില്ലെങ്കിലും കോവിഡിൻ്റെ എഫക്റ്റ് നിൽക്കും. 2026 നമ്മൾ വാക്സിൻ എടുക്കുമായിരിക്കും അല്ലേ. നമ്മളെല്ലാം അറിയപ്പെടുന്നത് കോവിഡാണോ കോവാക്സിൻ ആണോ എന്നായിരിക്കും. നമ്മളടുത്തുള്ളവരുടെ ഞാൻ കോവാക്സിൻ അല്ലെങ്കിൽ നീ കോവിഷീൽഡ് അങ്ങനെയൊക്കെ ആയിരിക്കും പറഞ്ഞിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഫൈസറാണ്, അല്ലെങ്കിൽ മോഡേൺ, ജോൺസൺ വരാൻ പോകുന്ന വാക്സിൻ ഇതൊക്കെയാണ്, സ്പുട്നിക്കാണ്, പലതൊക്കെ പറയാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നേ, ഫിനാൻസ് കമ്മീഷൻ ടു ദി കോവിഡ് ടൈംസ്. ഒരു വീട്ടിൽ തന്നെ കോവാക്സിൻ എടുത്തവരും കോവിഷീൽഡ് എടുത്തവരും കാണുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽസ് നമ്മൾ നോക്കണ്ട, നിങ്ങളിങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഭയങ്കര ഒരു ലോക്കൽ ബോഡീസിനൊക്കെ ഉള്ള ഗ്രാൻഡ് കൊടുത്തു, അവർക്ക് കൊടുത്ത് ഇവർക്ക് കൊടുത്ത് ഗ്രാൻഡ്, ലോക്കൽ ബോഡീസിനൊക്കെ കൊടുത്ത് ഈ ഗ്രാൻഡൊന്നും നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ബേസിക്കലി ഫിനാൻസ് കമ്മീഷൻ്റെ ഫംഗ്ഷനും 15th ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷനും മാത്രം പഠിച്ചാൽ ഇതൊക്കെ കൂടുതൽ എലാബറേറ്റ് ആയിട്ട് വേറൊരു പർപ്പസിനുണ്ട് ഞാൻ ചെറുത് നോട്ട് എടുത്തിട്ടേക്കുന്ന കേട്ടോ, അല്ലാതെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതല്ല. സോ പിന്നെ ഈ ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന ബോറോയിങ്, ബോറോയിങ്ങിന് പറയുന്ന പേരാ കടമെടുക്കിച്ച് കുറയ്ക്കണം. എത്രയല്ല അതിനൊരു ടൈം ഫ്രെയിമൊക്കെ കുറച്ച് 3%, ദേശീയ വരുമാനത്തിന് 3% മാത്രമേ കടമെടുത്ത് ബഡ്ജറ്റ് നടത്താൻ പാടുള്ളൂ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നാണെന്നറിയാം, നമ്മൾ ഇന്ത്യയിലെ സിവിൽ സർവീസിലെ IAS IPS പോലെ അതുപോലെ ഈ മെഡിക്കൽ സർവീസ് വേണമെന്ന് പറഞ്ഞാൽ ആ റെക്കമെൻഡേഷൻ എവിടെയാണ്? അതവിടെ കാണും. ഇതാണ്ട് ഓൾ ഇന്ത്യ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്. അതിന് പരീക്ഷ നടത്തണം. IAS IPS IFS പരീക്ഷ നടത്തുന്ന പോലെ നേഴ്സുമാർക്കൊരു സർവീസ്, ഓൾ ഇന്ത്യ പരീക്ഷ. ഡോക്ടർമാർക്ക് ഓൾ ഇന്ത്യ പരീക്ഷ. അതിൽ നിന്ന് ഡോക്ടർമാരെ അപ്പോയിൻ്റ് ചെയ്യണം, നേഴ്സുമാരെ അപ്പോയിൻ്റ് ചെയ്യണം. ഈ കോവിഡ് വന്നപ്പോൾ ഇവർ ചിന്തിച്ച് ഇങ്ങനെയൊക്കെയാണ്, ആലോചിച്ച് നോക്കും. ഓൾ ഇന്ത്യ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസിനൊരു സർവീസ് ക്രിയേറ്റ് ചെയ്യണം. UPSC അതിന് പരീക്ഷ തന്നെ. നേഴ്സുമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്കുള്ളൊരു ന്യൂസായത് ചിലപ്പം ക്രിയേറ്റ് ചെയ്തേക്കും, പറയാൻ പറ്റില്ല, നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവരെ തന്നെ UPSC അങ്ങനെ സെലക്ട് ചെയ്ത് ഇവരെന്തോ ഇന്ത്യയിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും ഗവൺമെൻറ് മറ്റ് ഹോസ്പിറ്റലിലും അപ്പോയിൻ്റ് ചെയ്യും, നേഴ്സായിട്ടും ഡോക്ടറായിട്ടും ഗവൺമെൻറ് സാലറി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ അതുപോലെ ഹെൽത്ത് സെക്ടറിനെ കുറിച്ച് ഭയങ്കര അഡ്മിനിസ്ട്രേറ്റീവായിട്ട് തീരുമാനങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ ഈ സാറിന് IAS പാസ്സാകുന്ന ആൾക്കാർക്ക് എല്ലാവരും ഡോക്ടർമാരൊന്നും അല്ലല്ലോ, ഒത്തിരി പേര് ഡോക്ടർമാരുണ്ടെങ്കിലും. അപ്പോൾ അങ്ങനെ ഈ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനൊക്കെ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനാണ് ഇവിടെ ഇങ്ങനെ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആര് പറഞ്ഞു? ഈ 15th ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് അത് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെ ഉള്ളൂ 15th ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് നമുക്ക് കാര്യമായിട്ടുള്ള. ബാക്കി ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. സോ ദീസ് ആർ ഓൾ ദി റെക്കമെൻഡേഷൻസ് ഓഫ് ദി 15th ഫിനാൻസ് കമ്മീഷൻ. ശ്രദ്ധിക്കണം, അതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്തോട്ടെ. 2021 കാലഘട്ടത്തിലെ ഒരു റെക്കമെൻഡേഷൻ, 2021-26 കാലഘട്ടത്തിലേക്ക് സെക്കൻഡ് റെക്കമെൻഡേഷൻ കൊടുത്ത് 2 റെക്കമെൻഡേഷൻ വന്ന് നമ്മൾ ആദ്യം കണ്ടത് ആദ്യത്തെ 1 വർഷത്തെ റെക്കമെൻഡേഷനാണ്. ഇത് 2ാമത്തെ റെക്കമെൻഡേഷൻ. നമുക്ക് പരീക്ഷയ്ക്ക് പക്ഷേ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ ഫിനാൻസ് കമ്മീഷൻ്റെ ഫങ്ഷൻസ് എന്ത്, 15th ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ എന്ത്, ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ശരി, ഞാൻ അറ്റൻഡൻസ് എടുത്തോട്ടെ ഒരു സെക്കൻഡ്. അപ്പം ഇത് ഞാൻ നമ്മുടെ ക്ലാസ് റൂമിലിടാം, നിങ്ങൾ നോക്കണം. ടോപ്പിക്ക് ഇച്ചിരി ഡ്രൈ ആണ്, നോട്ട് ഡിഫിക്കൽട്ട് ബട്ട് ഇറ്റ് ഈസ് ഡ്രൈ, ബട്ട് യു ഷുഡ് ട്രൈ. ഓക്കെ,
റീഡ് ദിസ് ടോപ്പിക്. അപ്പം സിമ്പിളായിട്ട് ഞാൻ നോട്ട് ഉണ്ടാക്കി എവിടെ ഇട്ടേക്കാം, ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. നിങ്ങൾ നോക്കിയേക്കണം, ഫോളോ ചെയ്തേക്കണം. ഓക്കെ, അസൈൻമെൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ.